CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ NN കൃഷ്ണദാസിന് വിമർശനം. ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ നീലപ്പെട്ടി വിവാദത്തിൽ പാർട്ടി വിരുദ്ധ നിലപാടാണ് കൃഷ്ണദാസ് സ്വീകരിച്ചത്. മാധ്യമങ്ങൾക്കെതിരായ പട്ടി പരാമർശവും തിരിച്ചടിയായെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കൃഷ്ണദാസിന്റെ ഈ വിവാദ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ പാർട്ടി സമ്മേളനത്തിലും വലിയ ചർച്ചയായിരിക്കുന്നത്. സമ്മേളനത്തിൽ വലിയ വിമർശനമായിരിക്കുന്നു എന്നുള്ളതാണ്. ടി നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, സ്വാഭാവികമായിട്ടും ഈ സംഭവം, ഈ വിമർശനം ഉണ്ടാകും എന്നുള്ളത് അറിയാമായിരുന്നു. എങ്ങനെയാണ് ഇത് സമ്മേളനത്തിൽ ചർച്ചയായത്? ജന്യ, പാലക്കാട് നടന്ന ഏരിയ സമ്മേളനങ്ങളിലൊക്കെ തന്നെ NN കൃഷ്ണദാസിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സമാനമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അന്നൊക്കെ NN കൃഷ്ണദാസിനെതിരെ വിമർശനം ഉയർന്നത്. അതിനുശേഷം സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ച് പരസ്യമായി താക്കീത് ചെയ്യാനും നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ വീണ്ടും വിമർശനം ഉയർന്നത്. പ്രവർത്തന റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ NN കൃഷ്ണദാസിനെതിരെ വിമർശനമുള്ളത്. അതായത് രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നിൽ CPM ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ വലിയ രീതിയിൽ ഉന്നയിച്ച ആരോപണമായിരുന്നു നീലപ്പെട്ടി വിവാദം. പക്ഷേ ഇതിന് വിപരീതമായാണ് NN കൃഷ്ണദാസിന്റെ പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് തിരിച്ചടിയായി, ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ തിരിച്ചടിയായി എന്നുള്ളതാണ് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം അബ്ദുൾ ഷുക്കൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ ഇറച്ചിക്കട പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. അത് അനവസരത്തിലുണ്ടായ ഒരു പ്രതികരണമായി പോയി. അത് ഉപതെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ CPM-നെതിരാവാൻ കാരണമായി എന്നുള്ളതും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നിപ്പോൾ തുടങ്ങിയ ജില്ലാ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാര്യം. ഏതായാലും NN കൃഷ്ണദാസ് ഉപതെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രസ്താവനകളൊക്കെ തന്നെ വലിയ തോതിൽ വിമർശനങ്ങൾക്കിടയാക്കി. താഴെത്തട്ടിലുള്ള നേതാക്കൾക്കൊക്കെ വലിയ രീതിയിൽ അതൃപ്തിയുണ്ട് എന്നുള്ളത് വീണ്ടും വ്യക്തമാക്കുകയാണ് ഇപ്പോൾ നടന്ന പ്രവർത്തന റിപ്പോർട്ടിലെ വിമർശനങ്ങൾ. ശരി, നന്ദഗോപാൽ.